ഒരു ഇന്ത്യൻ അമേരിക്കൻ ആർക്കിടെക്റ്റായ റോഹൻ കേരളത്തിലേക്ക് വന്ന് പ്ലേ ബോയെ പോലെ സുഖജീവിതം നയിക്കുമ്പോഴാണ് അവന്റെ മുൻ കാമുകിയായിരുന്ന കനി എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് വിവരം അറിയുന്നത്. സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം കനിയുടെ വീട്ടിലേക്ക് പോയ റോഹൻ അവളുടെ ഒരു റെഡ് ക്ലിപ്പ് എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു. എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് എത്തിയ റോഹന് ചുറ്റും അമാനുഷികമായ പല കാര്യങ്ങളും നടന്നു തുടങ്ങി. ചിലങ്ക ധരിച്ച് ആരോ നടക്കുന്ന ശബ്ദം കേട്ട റോഹൻ അത് ഫോളോ ചെയ്തു പോയ സമയത്ത് പെട്ടെന്ന് അദൃശ്യമായ കൈകൾ വന്ന് അവന് നിലത്ത് വലിച്ചിട്ട് കുറെ ഉപദ്രവിച്ചു. എന്നാൽ മറ്റേതോ അദൃശ്യ സാന്നിധ്യം അവന്റെ മുടിയിൽ തലോടുന്നതായും അവൻ അനുഭവപ്പെട്ടു. ഭയന്നുപോയ റോഹൻ കനിയുടെ അയൽവാസിയും പരമ്പരാഗതമായി ഭൂതപ്രേതാദികളെ ഒഴിപ്പിക്കുന്ന കുടുംബത്തിലെ പിൻഗാമിയായിരുന്ന മധുസൂദനൻ പോറ്റിയെ കാണാനായി പോയി. അത് കനിയുടെ ആത്മാവാകാമെന്നും 16-ാം അടിയന്തരം വരെ കാത്തിരിക്കാനായും അത് കഴിഞ്ഞാൽ ആത്മാവ് ശാന്തി കിട്ടി ഭൂമിയിൽ നിന്ന് പോവുമെന്നും പോറ്റി പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ റോഹൻ ആത്മാവിന്റെ ശ്രദ്ധ തിരിക്കാനായി അവളുടെ അനിയനായ കിരണിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്നാൽ കിരൺ മദ്യപിച്ചതുകൊണ്ട് തന്നെ കനി ചത്താൽ എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞതും ആത്മാവ് കിരണിനെ ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയും വികൃതമായ രീതിയിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. താമസിയാതെ ഉയരമുള്ളതും മെലിഞ്ഞ ശരീരവും തലയില്ലാത്തതുമായ ഒരു പ്രേതരൂപം റോഹന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതോടുകൂടി ആ ആത്മാവ് കനിയുടേതല്ലെന്ന് റോഹന് മനസ്സിലായി. കനിയുമായി ബന്ധപ്പെട്ട മറ്റാരുടെയാണെന്ന് തോന്നിയ റോഹനും പോറ്റിയും അന്വേഷണം നടത്തിയപ്പോഴാണ് കനിയുടെ അയൽവാസിയും അവളുടെ വീട്ടുജോലിക്കാരിയായ എൽസമ്മയുടെ മകനായ മനുവിന്റേതാണ് ആ ആത്മാവെന്ന് മനസ്സിലാവുന്നത്. മനു കനിയെ രഹസ്യമായി വളരെ ഭ്രാന്തമായി പ്രണയിച്ചിരുന്നു. ക്യാൻസർ ബാധിച്ച് മരണത്തോട് മല്ലടിച്ചു കിടക്കുമ്പോഴും തന്റെ റൂമിലിരുന്ന് കനിയുടെ റൂമിലേക്ക് നോക്കിയിരിക്കാനായിരുന്നു അവനിഷ്ടം. മകനെ സന്തോഷിപ്പിക്കാനായി എൽസമ്മ കനിയുടെ ചിലങ്ക മോഷ്ടിച്ച് മനുവിന്റെ കാലിൽ ധരിപ്പിച്ചിരുന്നു. കൂടാതെ അവളുടെ പല വസ്തുക്കളും മോഷ്ടിച്ചുകൊണ്ടുവന്ന് മകന്റെ റൂമിൽ വെച്ചു കൊടുത്തു. എന്നാൽ മകന്റെ പെട്ടെന്നുള്ള മരണത്തിൽ ഷോക്കായ എൽസമ്മ മനുവിന്റെ ശരീരം അടക്കം ചെയ്യാതെ ദുബായിൽ പോയതാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വർഷങ്ങളോളം അവന്റെ മുറിയിൽ തന്നെ സൂക്ഷിക്കുകയും അവന്റെ അഴുകിയ മൃതശരീരത്തിന് മുകളിലായി ഒരു പുതപ്പിട്ട് മറക്കുകയും കൂടാതെ വളരെ തീക്ഷ്ണമായ പ്രാർത്ഥനകൾ ചൊല്ലാനായും തുടങ്ങി. അതാണ് ഡിയസ് ഇറെ. അവസാന വിധിയിൽ മരിച്ച മനുഷ്യരെ വരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന വചനങ്ങളായാണ് ഡിയസ് ഇറയെ വിശേഷിപ്പിക്കുന്നത്. മനുവിനെ അന്വേഷിച്ച് എൽസമ്മയുടെ വീട്ടിലേക്ക് എത്തിയ റോഹനും പോറ്റിയും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും എൽസമ്മയുമായുള്ള മൽപ്പിടുത്തത്തിന് ശേഷം റോഹൻ ഒരു കത്തിയെടുത്ത് ചിലങ്ക ധരിച്ച മനുവിന്റെ അഴുകിയ കാൽ മുറിച്ചു മാറ്റി അവ തീയിലിട്ട് കത്തിച്ചു. ആ ചിലങ്കയായിരുന്നു മനുവിനെ ആ വീട്ടിൽ പിടിച്ചു നിർത്തിയത്. അതോടുകൂടി മനുവിന്റെ പീഡിപ്പിക്കപ്പെട്ട ആത്മാവ് മോചനം കിട്ടി പോവുകയാണ്. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് വളരെ സമാധാനത്തോടെ USA പോവാൻ റോഹൻ തീരുമാനിച്ചപ്പോഴാണ് തന്റെ പ്രശ്നങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് കാണിച്ചുകൊണ്ട് കനിയുടെ ആത്മാവ് അവന്റെ റൂമിൽ ഇരിക്കുന്നതായി കാണിക്കുന്നത്.